നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. 7 ഘട്ടങ്ങളുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6 ഘട്ടങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തിനകത്തെ ഏറ്റവും വലിയ പ്രക്രിയ ഈ തെരഞ്ഞെടുപ്പാണ്. അവ നീതിയുക്തമായി നിറവേറ്റപ്പെടുന്നുവെന്ന്, സുതാര്യമായി അതിൻ്റെ നടപടികൾ പാലിക്കപ്പെടുന്നു എന്ന നാം ഓരോരുത്തരുടെയും വിശ്വാസമാണ് ഒരർത്ഥത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്ത്. 6 ഘട്ടം പിന്നിടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒട്ടനവധി പരാതികൾ ആ നടത്തിപ്പിനെതിരെ, അവരുടെ സമീപനത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അവയെല്ലാം ജനവിശ്വാസത്തിനൊപ്പിച്ച് തീർപ്പാക്കാൻ, ശരിയായ വിശദീകരണം നൽകാൻ, ഈ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിയുക്തവുമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്ര കഴിഞ്ഞു? അതോ തുടക്കം മുതൽ ഇതുവരെ കേട്ട പക്ഷപാത ആരോപണങ്ങളിൽ ജനത്തിന് പൂർണ്ണമായ വ്യക്തത ഇനിയും കിട്ടിയിട്ടില്ല എന്നാണോ? 6 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ 5 ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കമ്മീഷൻ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ പുറത്തുവിടേണ്ട ശതമാന കണക്കുകൾ വൈകിക്കുക വഴി മറ്റെന്തോ ദുരൂഹമായ ലക്ഷ്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കമ്മീഷൻ സഹായിച്ചുവെന്ന ഗുരുതരമായ ആരോപണമുണ്ട്. അതിന് എത്ര ക്ലാരിറ്റിയുള്ള, എത്ര കൺവിൻസിംഗ് ആയ വിശദീകരണം നൽകാൻ കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായേ മതിയാവൂ. അവയിൽ കളങ്കത്തിൻ്റെ കണികകൾ വീണിട്ടുണ്ടോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് VR അനൂപ്, കോൺഗ്രസ് നേതാവ്, പി കൃഷ്ണദാസ് BJPയിൽ നിന്ന്, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, സുപ്രീം കോടതി അഭിഭാഷകൻ, ശ്രീജിത്ത് ദിവാകരൻ, മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം VR അനൂപ്, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച്, അതിൻ്റെ നടത്തിപ്പിലെ നിഷ്പക്ഷതയെക്കുറിച്ച്, പെരുമാറ്റച്ചട്ടത്തിൻ്റെ കണിശമായ നടത്തിപ്പിനെക്കുറിച്ച് പരാതികൾ ഉന്നയിച്ചവരിൽ ഒരു വിഭാഗം നിങ്ങൾ തന്നെയാണ്. 6 ഘട്ടം പിന്നിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ പോലും ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്ന്. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനത്തോട് കോൺഗ്രസിന് പ്രശ്നമുണ്ടോ? അത് നേരാവണ്ണമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചത് എന്ന ആക്ഷേപം, ആരോപണം നിങ്ങൾ നിലനിർത്തുന്നുണ്ടോ? ഷനൂബ്. തീർച്ചയായും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്ന ആദ്യത്തെ കക്ഷിയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ കൃഷ്ണമൂർത്തിയെ പോലെ, ഖുറേഷിയെ പോലുള്ള ആളുകളൊക്കെ ഇത് ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, 2012 മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ സുവർണക്ഷേത്രത്തിൽ അദ്ദേഹം പ്രവേശനം നടത്തുന്നതിന് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻകൂർ അനുമതി തേടിയിരുന്നു എന്ന് പറയുന്നത് കൃഷ്ണമൂർത്തിയെ പോലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. എന്നാൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇന്ന് പോലും ഛത്തീസ്ഗഡിലെ BJPക്ക് അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിക്കേണ്ടി വന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ആധാരം എന്താ? അതിൽ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയുടെ മംഗല്യസൂത്രം അപഹരിച്ച് ഒരു മുസ്ലിം എന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു പച്ച നിറത്തിൽ ചിത്രീകരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഛത്തീസ്ഗഡിലെ BJPക്ക് അത് പിൻവലിക്കേണ്ടി വരുമ്പോൾ, അതിനെതിരെ നടപടിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടിയിരുന്നത് നരേന്ദ്രമോദിക്കെതിരെയല്ലേ? നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെച്ച് പ്രസംഗിച്ചതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഛത്തീസ്ഗഡിലെ BJP നടത്തിയിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയാതെ നിസ്സഹായമായി ഈ രാജ്യത്തൊരു ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദിയെ തൊടാൻ കഴിയുന്നില്ല, നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല. മറിച്ച് ഇവിടെ കോൺഗ്രസിനെതിരെ കൂടി തൂക്കുമൊപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെതിരെ കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഭരണഘടന സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെയും മതപരമായ വൈകാരികത ഉയർത്തി അതുപോലെ വർഗീയ വിഭജനം ഉയർത്തുന്ന പ്രസംഗങ്ങളെയും ഒരേ തട്ടിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുകയാണ്. ഇത് രാജ്യത്ത് മുൻപെങ്ങുമില്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു തിരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു വർഗീയ വിഭജനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം നടത്താനുള്ള പരിശ്രമങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നടത്തുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂതകാലം അറിയുന്ന ആളുകൾക്ക് ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അവിടെ ഇരകളാക്കപ്പെട്ട മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകൾ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന. അഭയാർത്ഥി ക്യാമ്പുകൾ പ്രജനന കേന്ദ്രങ്ങളാവരുത് എന്ന് പരസ്യമായി പറഞ്ഞ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം 2 ദശകങ്ങൾക്ക് ഇപ്പുറത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോഴും ആ നയ സമീപനത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ നഗ്നമായി കൂടുതൽ വ്യക്തമായി ഇത്തരം വർഗീയ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിനെ കുറിച്ചുള്ള ഓഡിറ്റ് നടക്കേണ്ട കാലമാണ്. ജനകീയ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സമയമാണ്. പുതിയ രാഷ്ട്രീയ ഭാവനകൾ പങ്കുവെക്കുന്നത് ആരൊക്കെയെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാനുള്ള വേദി കൂടിയാണ്. അവയെ അട്ടിമറിക്കുകയും അതിന് മേലെ കൂടി തെരഞ്ഞെടുപ്പിനെ അതിനെ മെറിറ്റോറിയസ് ആയി അതിൻ്റെ ആ നടപടികൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അതിനെ വികല വഴിയിലൂടെ വലിച്ചുകൊണ്ട് പോകാൻ കമ്മീഷൻ അരുനിന്നു എന്ന് കടത്തിപ്പറയുമോ നിങ്ങൾ? അല്ല, വളരെ വ്യക്തമല്ലേ. ഇപ്പോൾ ഏറ്റവും അവസാനം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ആളുകൾ തന്നെ പറയുകയാണ്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഔട്ട് ഓഫ് ദ വേ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലല്ലോ, കൃഷ്ണമൂർത്തിയല്ലേ, ഖുറൈഷിയെ പോലുള്ള ആളുകളല്ലേ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരുന്ന ആളുകളല്ലേ. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും നടന്നത് നമ്മൾ കണ്ടു. സുപ്രീം കോടതി അടക്കം അതിൽ ഇടപെടേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. വളരെ വ്യക്തമാണ്, ഇവിടെ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകളിൽ നിർണായക ഘട്ടങ്ങളിൽ ഇടപെടുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു. ഗതികെട്ടപ്പോൾ അത്തരം ഈ ഛത്തീസ്ഗഡിൽ അടക്കം ഇത്തരം പോസ്റ്റുകൾ പിൻവലിക്കാൻ അദ്ദേഹം പറയും. യഥാർത്ഥ ഉത്തരവാദിയായ നരേന്ദ്രമോദിയെ വെറുതെ വിടുകയും അങ്ങനെ ഒരു നടപടി എടുക്കാൻ നിർബന്ധിതമായ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തൂക്കം ഒപ്പിക്കാൻ കോൺഗ്രസിനെതിരെ കൂടി വളരെ പ്രകടവുമാണ്. അതായത് വിദ്വേഷ പ്രസ്താവനകളിൽ പെരുമാറ്റച്ചട്ടം പ്രയോഗിക്കാൻ കഴിയുമായിരുന്നിട്ടും അവ ചെയ്യാതിരിക്കുന്നു എന്നത് ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഒരു വിഭാഗം നടത്തുന്ന മതവിഭജന തന്ത്രത്തോട് മൗനം അവലംബിക്കുന്നു എന്നത് മാത്രമാണോ നിങ്ങൾ കാണുന്ന പ്രശ്നം? ഇപ്പോൾ നിങ്ങൾ തന്നെ റൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിൽ ടേൺ ഔട്ട് പുറത്തുവിടാൻ അസാധാരണമാം വിധം വൈകുന്നു. അവ പല കൃത്രിമത്വത്തിനും സഹായമായി മാറുന്നുണ്ട്. അത് കുറച്ചുകൂടി ഗൗരവതരമായ കാര്യമാണ്. കാരണം ആളുകളുടെ മാൻഡേറ്റിനെ, ആളുകളുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ ആരോ ശ്രമിക്കുന്നു. അതിന് സഹായകമാകുന്ന വിധത്തിലുള്ള വൈകൽ ഈ കണക്കിൻ്റെ കാര്യത്തിൽ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടി സീരിയസ് ആണ്. അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഈ പ്രശ്നം വേറെ ആരെയോ സഹായിച്ചു എന്ന്? തീർച്ചയായും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി നടക്കണമെന്ന് മാത്രമല്ല, അതിനെതിരെ നേരിയ സംശയം പോലും ജനിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. നമുക്കറിയാം, ബരാമതി പോലെ രാജ്യത്ത് ശരത് പവാറിൻ്റെ മകൾ മത്സരിക്കുന്ന, അജിത് പവാർ മത്സരിക്കുന്ന അത്തരമൊരു വലിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ CCTVയുടെ അസാന്നിധ്യം രാജ്യം കാണുകയല്ലേ. തീർച്ചയായും ഇത്തരം സംശയം ജനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ സംശയത്തിന് അതീതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അത്തരം യാഥാർത്ഥ്യങ്ങൾ വരും നാളുകളിൽ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, കൃഷ്ണദാസ് അത് കേൾക്കൂ. അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു അടിസ്ഥാന സംഗതിയാണല്ലോ. പക്ഷെ പ്രതിപക്ഷത്തെ പാർട്ടികൾ ഒന്നാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനങ്ങളുടെ പ്രശ്നം ഉദാഹരണങ്ങൾ സഹിതം, കേവലാക്ഷേപങ്ങളോ ആരോപണങ്ങളോ അല്ല, ഉദാഹരണങ്ങൾ, കേസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഈ കാര്യങ്ങളിലൊന്നും പ്രോപ്പർ ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള വിശ്വാസ നഷ്ടമാണത്. നമ്മുടെ ഇതുപോലെ ഒരു ജനാധിപത്യത്തിനകത്ത് വിശ്വാസത്തിന് പ്രശ്നം ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്തുമാത്രം സീരിയസ് ആണ് ശ്രീ കൃഷ്ണദാസ്? അജിംസെ, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിഷാദെ, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് എക്കാലത്തും നടന്നിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാനുസൃതമായി, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അടക്കമുള്ള
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവക്ഷിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസ്സുകാരുടെ ഭരണകാലഘട്ടങ്ങളിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം മനസ്സിൽ ആ തരത്തിൽ ഞങ്ങൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ഒക്കെ കഴിയും, അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വീണ്ടും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനെ ശ്രമിക്കാം എന്നുള്ള ചില ധാരണകൾ പഴയ കാലത്തെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് അത് തികട്ടി പുറത്തേക്ക് വരുന്നതായിരിക്കാം കോൺഗ്രസ്സുകാർക്ക് ഈ തരത്തിലുള്ള വലിയ വലിയ സംശയങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഈവൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിന് ശേഷം പോലും തൊട്ടടുത്ത നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും പലതരത്തിലുള്ള ആരോപണങ്ങളും പല കാലഘട്ടങ്ങളിലും പല തലങ്ങളിലും പല തരങ്ങളിലുമായി പല പാർട്ടികളും പലപ്പോഴുമായി BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാലഘട്ടത്തിലും നോട്ടീസുകൾ അയക്കുകയോ അന്വേഷിക്കുകയോ അതിൽ നടപടികൾ സ്വീകരിക്കുകയോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് അയച്ച് അവരിൽ നിന്ന് വിശദീകരണം തേടുകയോ ഒക്കെ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെള്ളം ചേർക്കലോ ഏതെങ്കിലും തരത്തിലുള്ള അന്യ രാജ്യങ്ങളിൽ, അതായത് നമ്മുടെ രാജ്യത്തെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളോ ഈവൻ വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കൃത്രിമം നടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളോ ഒന്നും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് വലിയ അങ്കലാപ്പുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും എല്ലാം അവർ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന ചില കാര്യങ്ങൾ, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മറ്റാരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ധ്വനിയിൽ ചില ആളുകൾ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ധ്വനികൾ ഉയർത്തിക്കൊണ്ട് ചില പ്രസ്താവനകൾ നടത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. അതിനപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞതിലത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ജനാധിപത്യത്തിനകത്ത് അട്ടിമറികളുടെ സാധ്യത ഉണ്ടായിട്ടില്ല. അട്ടിമറി ആരോപണം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന ശേഷം ആരും തെരുവിലും ഇറങ്ങിയിട്ടില്ല. ആര് ജയിച്ചാലും അപ്പുറത്തുള്ളവർ അഭിനന്ദിക്കുക എന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതിന്റെ അടിസ്ഥാനം എന്താണ്? ആളുകൾക്ക് ഈ പ്രക്രിയയിലുള്ള വിശ്വാസമാണ്. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് കേവല ആരോപണമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആളുകൾ പോയിന്റ് വെച്ച് സംസാരിക്കുകയാണ്. ഒന്ന്, നരേന്ദ്രമോദി അസാധാരണമാവിധമുള്ള വിഭജനാശയം സംസാരിക്കുന്നുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപക്ഷെ താങ്കൾ നിഷേധിക്കുമായിരിക്കും, അത് സ്വാഭാവികം. പക്ഷേ നോക്കൂ, കോൺഗ്രസ് ഈ രാജ്യത്തെ വിഭജിച്ച് 2 മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി. കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പോകും, കോൺഗ്രസ് വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഗവൺമെൻറ് കോൺട്രാക്ട് ഉണ്ടാവും, അങ്ങനെ വ്യാജങ്ങളായിട്ടുള്ള സംഗതികൾ പറയാണ്. അപ്പം നോർമലി ഒരു നോട്ടീസ് കിട്ടേണ്ട കാര്യമാണത്. ഇതിന് മുമ്പ് പല കാര്യങ്ങളിലും ഇതിനേക്കാൾ എന്താ പറയുന്നത് കാഠിന്യം കുറഞ്ഞവയ്ക്ക് നോട്ടീസ് കൊടുത്ത പാരമ്പര്യമുണ്ട്. പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയ സംഭവമുണ്ട്. ഇപ്പം തന്നെ നോക്ക്, ശിവസേനക്കാരുടെ പാട്ടിനകത്ത് ജയ് ഭവാനി എന്ന വാക്ക് വന്നപ്പോൾ കമ്മീഷൻ പറഞ്ഞു ആ വാക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതേസമയം നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ രാം ലല്ലയുടെ രാമക്ഷേത്രത്തിൻ്റെ ചിത്രവും വെച്ചുകൊണ്ട് റോഡ് ഷോ നടത്തുകയാണ്. കമ്മീഷന് ഒരു പ്രശ്നവുമില്ല. ചന്ദ്രബാബു എന്താ പറയുന്നത്, നമ്മുടെ തെലങ്കാനയിലെ BRSന്റെ നേതാവിന് 48 മണിക്കൂർ പ്രചാരണ വിലക്ക് കൊടുക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ വന്ന ഒരു ചടങ്ങിനകത്ത് എന്തോ ചെറിയ കശപിശ ഉണ്ടായി എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ കമ്മീഷൻ എടുക്കുന്ന നടപടികളുടെ എല്ലാം ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കേ ഉള്ളൂ, നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് നേരെ ഒരു നടപടി എടുക്കില്ല. 2019 മുൻ കമ്മീഷണർമാരുടെയും IAS ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടക്കത്ത് വന്നതാണ് കമ്മീഷന്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുക, നടപടിയല്ല അപ്പുറത്ത് മാത്രം ഉണ്ടാവുക. അത് ഒരു പ്രശ്നമല്ലേ ശ്രീ കൃഷ്ണദാസ്? നിഷാദെ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് ശേഷം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി എത്രയോ ആളുകൾക്ക് കമ്മീഷൻ നോട്ടീസ് നൽകുന്ന സാഹചര്യമുണ്ടായി. എത്രയോ പരാതികൾ ലഭിച്ചു. ആ പരാതികൾ ഒന്നുകിൽ പരിഹരിക്കുകയോ അതല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയേണ്ടത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളടക്കം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ പെർസെന്റേജ് അടക്കം ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തുള്ള പെർസെന്റേജ് അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെല്ലാം 17C വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഇപ്പൊ താങ്കൾ നോക്ക്,
പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, അതായത് നിങ്ങളുടെ കെട്ടുതാലി അപ്പുറത്ത് കൊടുക്കുമെന്ന്. അത് എല്ലാവരും ഞെട്ടിച്ച ഒരു കാര്യമാണ്. പരാതി പോയിട്ട് കമ്മീഷന് ഒരു കത്ത് അയക്കാൻ എത്ര താമസം എടുത്തു, എത്ര ദിവസം എടുത്തു? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ വേഗത്തിൽ പൂർത്തിയാവുന്ന ഒന്നല്ലേ, അതിനകത്ത് ഇത്രയും ഡിലേ വെക്കാൻ പാടുണ്ടോ? എന്നിട്ട് ഒരു ഡെലിബറേറ്റ് ഡിലേ അതിലുണ്ടായി. എന്നിട്ട് ആർക്കാണ് നോട്ടീസ് അയക്കുന്നത്? ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ആലോചിക്കും. താങ്കൾ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ താങ്കൾക്കാണ് നോട്ടീസ് തരേണ്ടത്. പക്ഷേ മോദിക്ക് കൊടുക്കുന്നില്ല, നഡ്ഡയ്ക്ക് കൊടുക്കുകയാണ്. കാരണം മോദിക്ക് നോട്ടീസ് എന്ന വാർത്ത വരാൻ ആഗ്രഹിക്കുന്നില്ല കമ്മീഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ വേണം, മറുപടി വേണമെന്ന് പറഞ്ഞു, തിങ്കളാഴ്ച വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴാണ് കൊടുത്തത്? 13 ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. 13 ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രക്രിയ തീർന്നു, 6ാം ഘട്ടമായപ്പോൾ റിപ്ലൈ കൊടുക്കുക. അതിന്മേലുള്ള വിശദീകരണം വന്നത് എപ്പോഴാണ്? അതിന്മേലുള്ള വിശദീകരണം പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് വരികയാണ്. സാരോപദേശം. ആർക്കാ സാരോപദേശം വേണ്ടത്? അതിനൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എല്ലാ ആനുകൂല്യം കിട്ടുന്ന കൂട്ടർ നിങ്ങൾ, നടപടിയല്ല അപ്പുറത്ത്. അപ്പോൾ ആളുകൾക്ക് അവിശ്വാസം തോന്നില്ലെന്നാണ് എൻ്റെ സാധാരണ ചോദ്യം. അല്ല, അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല നിഷാദ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പല മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ പരസ്പരം പല ഘട്ടങ്ങളിലും പല തരത്തിലുമായി പല രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും വാർത്തകൾ പുറത്തുവിടുകയും അവരുടെ യൂട്യൂബുകൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം പലപ്പോഴായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയോ അതല്ലെങ്കിൽ താക്കീത് നൽകുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭികാമ്യമാണ് എന്ന് തോന്നുന്ന നടപടി അത് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തീരുമാനിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശവും നിയമപരമായിട്ടുള്ള അവകാശവും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മാത്രം നിക്ഷിപ്തമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റേതെങ്കിലും കൂടുതലായിട്ടുള്ള ആരോപണങ്ങളോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതും ഒക്കെ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ കേസുകൾ പരിഗണിക്കുന്ന സമയത്താണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് ആരോപണങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെയുള്ള നിരവധി കേസുകളിൽ നിരവധി സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുന്ന സാഹചര്യമോ തെരഞ്ഞെടുപ്പുകൾ തെറ്റായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയെന്നുള്ള പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ തന്നെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കോടതികളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തരത്തിൽ ആശങ്കക്ക് നിലവിൽ ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവിലും അങ്ങനെ ഇല്ല. പിന്നെ കോൺഗ്രസ്സുകാരുടെ ആവലാതി, അതാ ഞാൻ എടുത്തു പറഞ്ഞത്. കോൺഗ്രസ്സുകാർ എക്കാലത്തും അവർ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ ഭരണ സംവിധാനങ്ങളെയും എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും നിരന്തരമായി പഴിചാരുക, അതിനുവേണ്ടി അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക, അവരെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളത് അവരുടെ ഒരു ശൈലിയുടെ ഭാഗമാണ്. അത് നമുക്ക് തെറ്റു പറയാനൊന്നും കഴിയില്ല. അവർ സ്ഥിരമായി ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഭരണം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളവും വേവലാതിയും അസൂയവും ദേഷ്യവും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള അവരുടെ ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊന്നും കാണേണ്ടതില്ല. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെയുള്ള ഏതെങ്കിലും പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രധാനമന്ത്രി മാത്രമല്ല ഏത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ഏത് നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഏത് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പല പ്രചരണങ്ങളെ സംബന്ധിച്ചും പ്രതിഷേധങ്ങളെ സംബന്ധിച്ചും അവരുടെ വാക്കുകളെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനല്ലേ നോട്ടീസ് കൊടുത്തത്, ഖാർഗെക്കല്ലേ നോട്ടീസ് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായും പാർട്ടികൾ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് പാർട്ടികൾക്കാണ് സാധാരണ നിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ അങ്ങനെയല്ല. ആരാണോ അതിന്റെ കുറ്റം ചെയ്തു എന്നുള്ള ആരോപണമുള്ള അവർക്കാണ് നോട്ടീസ് കൊടുക്കുക. ഇത്തവണ പക്ഷേ നഡ്ഡയ്ക്ക് കൊടുക്കാറുണ്ട്. അത് ഉണ്ട്, ശരിയാണ്. പാർട്ടികൾ കൊടുക്കുന്ന പാർട്ടികളുടെ പ്രചാരണ വാചകങ്ങളിലെ പ്രശ്നം, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വരുന്ന പ്രശ്നം തുടങ്ങിയവയ്ക്കാണ്. വ്യക്തികൾ നടത്തുന്ന പരാമർശങ്ങൾക്ക് വ്യക്തികൾക്കാണ് നോട്ടീസ് കിട്ടുക. പോട്ടെ, ഇനിയിപ്പോ അത് അപ്പുറത്ത് ഖാർഗെക്ക് കൊടുത്തു, വെൽ ബാലൻസ്ഡ് ആയിരുന്നു. അപ്പുറത്ത് ഖാർഗെക്ക് കൊടുത്തതും ഇപ്പുറത്ത് മോദി നടത്തിയതുമായിട്ടുള്ള പരാമർശങ്ങളുടെ വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് BJPക്ക് നോട്ടീസ് കിട്ടുന്നു, BJP അതിന് മറുപടി കൊടുക്കാൻ 13 ദിവസത്തെ സമയമെടുക്കുന്നു. അങ്ങനെ സമയമെടുക്കുന്നതിൽ കമ്മീഷൻ ഒരു പ്രശ്നവും ഇല്ലാതാകുന്നു. കമ്മീഷൻ പറഞ്ഞ സമയവും കഴിഞ്ഞ് പിന്നെയും വൈകിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതിൽ കമ്മീഷൻ ഒരു പരിഭവമില്ല. അതൊക്കെ കമ്മീഷൻ അനുവദിക്കുകയോ കമ്മീഷൻ നിയമാനുസൃതമായി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് സാവകാശം കൊടുക്കുകയോ. എന്റെ പ്രശ്നം കമ്മീഷൻ അങ്ങനെ അനുവദിക്കുന്നല്ലോ എന്നാണ്. ഇത് നോക്കൂ, ഇത് വളരെ വേഗത്തിൽ തീർന്നു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അതിന്റെ അവസാനത്തിൽ തീരുമാനം എടുക്കേണ്ടതല്ല. വളരെ ഒരു അനഭിലഷണീയമായ സംഗതി ഉണ്ടെങ്കിൽ, അശുഭകരമായ പ്രവണത ഉണ്ടെങ്കിൽ അത് എപ്പോഴാണോ വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. അത് ഉണ്ടായില്ലെന്നാണ്. ഞാനൊന്ന് വരാമേ. D. ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു ഈ പാനൽ. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ ഉയർന്നു വരികയാണ്. ഒരുപാട് ഇൻസിഡൻസ് ആളുകൾ അതിൻ്റെ പേരിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപാട് വിചിത്രമായ പ്രശ്നങ്ങൾ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള സമീപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഒരു ജനാധിപത്യ സങ്കല്പത്തിൻ്റെ ഒരു അടിസ്ഥാന കരുത്ത് എന്ന് വെച്ചാൽ നീതിയുക്തമായിട്ടും
സുതാര്യമായിട്ടുമൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നു എന്ന ജനങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ആര് വിജയിച്ചാലും ഇവിടെ ഒരു ഹൂളിഗനിസവും അരങ്ങേറുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം ജനങ്ങൾ ആ പ്രോസസ്സിനെ വിശ്വസിക്കുന്നതാണ്. ആ വിശ്വാസത്തിന് കോട്ടം തട്ടുന്നു എന്ന് തോന്നുന്നുണ്ടോ ശ്രീജിത്ത് ഇത്തവണത്തെ ഈ സിനാരിയോ കാണുമ്പോൾ? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് നേരത്തെ നിഷാദ് സൂചിപ്പിച്ച മാതിരി ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നുള്ളതാണ്. ഇതൊരു സുതാര്യവും ഒരു സ്വതന്ത്രവുമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മാത്രം പോരാ, നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. അത് ആ വിശ്വാസത്തിൻ്റെയും കൂടി പുറത്താണ് ഈ രാജ്യത്തെ ഒരു ജനാധിപത്യം നിലകൊള്ളുന്നത്. ഇത് കുറച്ചായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമായിരുന്നു. കുറച്ച് വിചിത്രമായ രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് സാധാരണഗതിയിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ആർക്കാണെങ്കിലും തോന്നുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളുണ്ടായത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എല്ലാം സെൻസർഷിപ്പും മറ്റ് ചോദ്യം ചെയ്യലുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേസമയം മറിച്ച് രണ്ട് ഘട്ടത്തിന് ശേഷം പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരിക്കലും പാടില്ലാത്ത തരത്തിൽ ഒരു സമൂഹത്തിൻ്റെ മൈത്രിക്ക് കോട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രത്യേകിച്ചും ഒരു മതവിഭാഗത്തിനെ ഒരു പ്രതിസ്ഥാന തരത്തിലേക്ക് ഉള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള പരാമർശങ്ങളാണ്. നമ്മുടെ ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ സ്വന്തം പൗര സമൂഹത്തെ ഒരു പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാർ എന്നോ മറ്റോ ആ രീതിയിൽ വിളിച്ചിട്ടില്ല. അതൊരു തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള, ഒരുപക്ഷെ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ് എന്നൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെയ്തതായിട്ട് പലരും ഇപ്പോൾ ഒരുപക്ഷെ BJPയുടെയൊക്കെ അനുഭാവം പ്രകടിപ്പിക്കുകയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു നേരത്തെ പങ്കാളികളൊക്കെ ആയിരുന്ന ആൾക്കാർ പോലും അതിനെക്കുറിച്ചൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാട് എന്നുള്ള നിലയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് സ്വന്തം അണികളെ ഉത്തേജിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആൾക്കാർ അതിനെ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിന് വിലക്കേർപ്പെടുത്തുകയോ അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം നടത്തുകയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ വളരെ ഒരു തരത്തിൽ വർഗീയ സ്വഭാവമുള്ള വീഡിയോ മെസ്സേജുകളും സംഭവങ്ങളും പല തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് വരെ പ്രചരിക്കാനായി ആളുകൾ, കക്ഷികൾ, നേതാക്കന്മാർ പലരും പലതരത്തിൽ ചൂണ്ടിക്കാണി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാതിരിക്കുകയും എന്നിട്ട് വൈകിയ വേളയിൽ രണ്ട് പാർട്ടികൾക്ക്, അതായത് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുടെയും അധ്യക്ഷന്മാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു നോട്ടീസ് അയച്ച് എല്ലാവരും ഒരേപോലെ നന്നായി പെരുമാറണം, തെരഞ്ഞെടുപ്പിൽ മര്യാദ നിലയിൽ പ്രവർത്തിക്കണം എന്ന നിലയിലൊരു വാർണിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തരത്തിൽ വളരെ ബാലൻസിങ് ആയിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ് എന്നുള്ളൊരു ധ്വനി നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ചെയ്യുന്നത് അതൊരു തെറ്റായ കാര്യമാണ്. കാരണം ഒരു വിഭാഗം ചെയ്യുന്ന ഒരു തെറ്റിൻ്റെ ഒരു ഗ്രേവ്നെസ് അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റിയെ കുറച്ച് കാണിച്ചിട്ടാണ് ഇത് എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള തരത്തിൽ അതും വളരെ വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പിന് ഘട്ടങ്ങൾ ജയിലിൽ കിടന്നു. അവസാനം സുപ്രീം കോടതി തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് പ്രചരണം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ പാർട്ടിയുടെ സമുന്നത നേതാവിന് നടത്താത്ത ജയിലിൽ കിടക്കുന്നത് എന്ത് കാരണവശാലും ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള അവകാശമുണ്ടെന്ന്. കോടതിയല്ല അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. എല്ലാ പാർട്ടികൾക്കും എല്ലാ നേതാക്കൾക്കും ഒരേപോലെ. ഓക്കെ, ശ്രീജിത്ത് ഞാൻ ഒന്ന് വരാം. ഒന്ന് വീഡിയോ ഒന്ന് ഫ്രീസായി, ഞാനൊന്ന് വരാമേ. അല്ല, ശ്രീ VR അനൂപ്, നോക്കൂ, ഇത്
ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ വളരെ ഗൗരവ സ്വഭാവമുള്ള ഒന്നാണിത്. കാരണം നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമ്മതിദാന അവകാശത്തിന്മേൽ തീരുമാനമെടുക്കാനും വിനിയോഗിക്കാനുമുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ് കാലം. അതിനെ മറ്റു വഴികളിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമിക്കുകയാണ് വേറെ ഒരു കൂട്ടം ആളുകൾ. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും കൂടെ നിൽക്കാൻ പാടില്ലാത്തതാണ്. അവർ പക്ഷേ അതിൽ മൗനിയാവുകയോ അല്ലെങ്കിൽ അവരതിന് നടക്കട്ടെ എന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന മട്ടിലാണ് കാര്യങ്ങൾ. അത് ഗൗരവതരമായ ഒരു സാഹചര്യമില്ല. അതിനെ എന്തുമാത്രം എക്സ്പോസ് ചെയ്യാൻ, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അതിനകത്ത് എന്തുമാത്രം ഒരു സ്ട്രോങ് സ്റ്റെപ്പ് എടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു? അതോ എല്ലാവരും ഇതിനകത്തങ്ങ് യൂസ്ഡായോ? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ. ഇവിടെ ഭരണകൂടത്തിൻ്റെ ആളുകൾ ഹെയ്റ്റ് പ്രസംഗിക്കും, കമ്മീഷൻ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല, നമുക്കറിയാമല്ലോ, എൻറ്റയർ സിസ്റ്റം ഇതിനൊപ്പിച്ച് പോവുകയാണ് എന്നൊക്കെ മറ്റുള്ള ആളുകൾ അങ്ങ് യൂസ്ഡായോ അനൂപേ? അല്ല, എനിക്ക് തോന്നുന്നത് മോദി ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ നിമിഷം കഴിയുന്തോറും സ്വയം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും അദ്ദേഹം ബീഹാറിൽ നടത്തിയ പ്രസംഗം മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം ഓരോ ദിവസവും രാജസ്ഥാനിൽ നിന്ന് തുടങ്ങി ഓരോ സംസ്ഥാനത്ത് അദ്ദേഹം വെറുപ്പ് പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് രസകരമായി തോന്നാവുന്ന ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് BJP സംഘപരിവാർ വിചാരിച്ചിരുന്നത് ശ്രീരാമൻ ഞങ്ങളെ രക്ഷിക്കുമെന്നാണ്. ശ്രീരാമനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ദൈവസങ്കല്പമാണ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്താ? മോദി തന്നെ ദൈവമാണെന്ന് അവകാശപ്പെടുകയാണ്. പുരിയിലെ ജഗന്നാഥൻ പോലും മോദിയുടെ ഭക്തനാണ് എന്ന് BJPയുടെ പ്രധാനപ്പെട്ട ആൾ പ്രസംഗിക്കുന്നതെന്ന് മാത്രമല്ല, മോദി പ്രസംഗിക്കുന്നത് എന്താ? മോദി പറയുന്നത് ഞാനൊരു അവതാരമാണ്, എനിക്കൊരു അവതാര ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മോദി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമനിൽ നിന്ന്, ശ്രീരാമനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ദൈവസങ്കല്പത്തിൽ നിന്ന് മോദി തന്നെ മോദിയെ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ ദൈവശാസ്ത്രം, തിയോളജി ഈ ഇലക്ഷനിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ശ്രീരാമൻ ഈ പറയുന്ന BJPയെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. സ്വയം മോദിയെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇത് വളരെ കൃത്യമായി മോദിയുടെ പരിഭ്രാന്തി, സംഘപരിവാറിൻ്റെ പരിഭ്രാന്ി ഓരോ നിമിഷവും എക്സ്പോസ്ഡ് ആവുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇവിടെ JP നദ്ദയെ പോലെ BJPയുടെ അധ്യക്ഷനായ ഒരാൾ പറയുകയാണ്, ഞങ്ങൾക്ക് RSSന്റെ സഹായമില്ല, സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, RSSനെ പോലും നിഷേധിച്ചുകൊണ്ട്, RSSന്റെ ബാക്കിങ്ങിനെ നിരാകരിച്ചുകൊണ്ട് മറ്റു വോട്ടുകൾ ആകർഷിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊന്നാണ്, അടുത്ത ആസന്നമായൊരു പരാജയത്തിൽ നിന്നും RSSനെ വിമോചിപ്പിക്കുക. ഇത് RSSന്റെ പരാജയമല്ല, BJPയുടെ പരാജയമാണ്, മോദിയുടെ പരാജയമാണെന്ന് പറയുക. രണ്ടർത്ഥത്തിൽ നോക്കിയാലും BJPയുടെ ദൗർബല്യം, മോദിയുടെ ദൗർബല്യം, ഈ പ്രചരണ പ്രവർത്തനങ്ങളുടെ ദൗർബല്യം വളരെ കൃത്യമായി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? രാഹുൽ ഗാന്ധി പറഞ്ഞത് ദൈവം ഇങ്ങനെയാണോ അവതരിക്കുക എന്നാണ് ചോദിച്ചത്. വളരെ കൃത്യമായി മോദി അങ്ങനെ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട്, കെജ്രിവാളിന് കഴിയുന്നുണ്ട്, ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നുണ്ട്. ജനങ്ങളുടെ അടുത്ത് ഇന്നലെ വരെ BJPയുടെ പ്രകടിപ്പിച്ചിരുന്ന ആത്മവിശ്വാസത്തിന്റെ ഗ്രാഫ് ഇന്ന് ബീഹാറിൽ പ്രസംഗിക്കുമ്പോൾ പോലും പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഗ്രൗണ്ടിൽ വന്ന് വിദ്വേഷം പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മുൻപ് യോഗി ആദിത്യനാഥൊക്കെ MP ആയിരുന്നപ്പോൾ പറഞ്ഞ ഭാഷയിലേക്ക് ഈ പറയുന്ന വികസനത്തിൻ്റെ നായക സങ്കല്പത്തിൽ അവതരിപ്പിച്ചിരുന്ന നരേന്ദ്രമോദി ഇറങ്ങി വന്ന് ഈ പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ഇന്നലകളിൽ മറ്റാളുകളെ കൊണ്ട് ചെയ്യിച്ചിരുന്ന വിദ്വേഷ പ്രസംഗം നേരിട്ട് ഗ്രൗണ്ടിൽ ഏറ്റെടുക്കുന്ന ഗുജറാത്ത് കലാപകാലത്തെ മോദിയെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കാൻ നിർബന്ധിതമാകുന്ന ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ വിജയം കൂടിയല്ലേ? നരേന്ദ്രമോദിയുടെ ഇന്നലകളിൽ സംഘപരിവാർ ഉയർത്തിയിരുന്ന അജണ്ടകൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് എന്താ? ഇന്ന് ഛത്തീസ്ഗഡിലെ BJP പിൻവലിക്കാൻ നിർബന്ധിതമായ ആ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനകത്ത് രാഹുൽ ഗാന്ധിയെ മംഗല്യസൂത്രം അടിച്ചു മാറ്റുന്ന, മോഷ്ടിക്കുന്ന ഒരു കള്ളനായി അവതരിപ്പിക്കുകയാണ്. അമ്പലപ്പറമ്പിലെ മോഷ്ടാവിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. മറ്റുള്ളവരെ മോഷ്ടാക്കൾ എന്ന് വിളിക്കുകയും അതേസമയം അതിൻ്റെ ഇടയിൽ കൂടെ തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പറമ്പിലെ മോഷ്ടാവിൻ്റെ റോളിലേക്ക് നരേന്ദ്രമോദി BJP മാറിക്കഴിഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അത് ഇന്നലകളിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നരേന്ദ്രമോദി തുറന്നു കാണിക്കപ്പെടുന്നുണ്ടല്ലോ എന്നതാണ് താങ്കൾ കാണുന്ന ഒരു കാര്യം. ആ തുറന്നു കാണിക്കപ്പെടുന്ന നരേന്ദ്രമോദി ആത്യന്തികമായ നേട്ടമാണോ കോട്ടമാണോ സമ്പാദിക്കുക എന്നതുകൂടി അവിടെ ഉണ്ട്. ഞാനത് വരാം. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈ ഡിവിസീവായ കാര്യങ്ങളുണ്ടല്ലോ, ഈ വിഭജനത്തിൻ്റെ പ്രസംഗങ്ങൾ,
അവ വിഭജനത്തിൻ്റെതാണെന്ന് മോദി സമ്മതിക്കില്ല, താങ്കൾ ഒട്ടുമേ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിന്മേൽ തർക്കിച്ച് സമയം കളയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് പറയുക, ഹിന്ദുക്കൾ എന്ന കമ്മ്യൂണിറ്റിയെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, മറ്റുള്ളവരെല്ലാം കൊണ്ടുപോകുന്നേ എന്ന് പറയുക, രാമക്ഷേത്രത്തെ പ്രയോജനപ്പെടുത്തുക, രാംലല്ലയെ പോസ്റ്ററിനൊപ്പം ചേർക്കുക, ഇങ്ങനെ ഒരു 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 മതവിശ്വാസ സംഗതികൾ മാത്രം ഇങ്ങനെ പറയുക, അതുമാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതിൽ മാത്രം കേന്ദ്രീകരിക്കുക, അതിൽ മാത്രം തലക്കെട്ടുകൾ ഉണ്ടാക്കുക, നിങ്ങൾക്ക് ആ നിലയ്ക്കൊരു ലജ്ജ തോന്നുന്നില്ലേ ശ്രീകൃഷ്ണദാസ്? അതോ ഇത് നിങ്ങൾ വലിയ കാര്യമായിട്ട് കാണുകയാണോ? അല്ല നിഷാദ്, ഇതിൽ ആരാ തലക്കെട്ടുണ്ടാക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും തലക്കെട്ടുണ്ടാക്കുന്നുണ്ട്? നിങ്ങൾക്കൊരു തലക്കെട്ട് വേണം. അത് പ്രധാനമന്ത്രിക്കും BJPക്കും എതിരായി, BJP നേതാക്കന്മാർക്കെതിരായി നിങ്ങൾക്കൊരു നെഗറ്റീവ് നെഗറ്റീവ് സൃഷ്ടിക്കണം. അതിന് നിങ്ങൾ ഓരോ വാചകങ്ങൾ എടുക്കുന്നു, ഓരോ കാര്യങ്ങൾ എടുക്കുന്നു, അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നു, അത് ഇങ്ങനെയാണ് എന്ന് പറയുന്നു, നിങ്ങൾ വിശകലനം നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നു, വിമർശനം. ഓക്കെ, ഗോദി മീഡിയ ഉണ്ടല്ലോ, നരേന്ദ്രമോദിക്ക് അശുഭകരമായതൊന്നും സംഭവിക്കരുതേ എന്ന് ജപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലുകൾ, അവർ പോലും തലക്കെട്ടാക്കുന്നത് ഇതാണ്. എന്ന് വെച്ചാൽ മോദി എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് ഹെഡ്ലൈൻ ആകണമെന്ന് മോദി ആഗ്രഹിക്കുന്നു എന്ന് അറിയാവുന്നവർ അവർ തലക്കെട്ടാക്കുന്നതും ചർച്ച ചെയ്യുന്നതും ആഘോഷിക്കുന്നതും ഇതാണ്. ഇനി പോട്ടെ, ഞാൻ പറയുന്നതല്ല, ഇന്ന സംഗതികളെ അനാവശ്യമായിട്ട് ആഘോഷിക്കുന്നു, അതുകൊണ്ട് അത് പറയാതെ ജനജീവിത പ്രശ്നങ്ങൾ മാത്രം പറയാം എന്ന് മോദി തീരുമാനിക്കുന്നില്ലല്ലോ. നിഷാദ്, നമ്മൾ വിദ്വേഷ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. ഈ പാനലിലെ മറ്റുള്ളവരും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ചർച്ചകൾ നയിക്കുന്നത്. കേരളത്തിലല്ലേ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം നടക്കുന്നു, വിദ്വേഷ പ്രചരണം നടക്കുന്നു, മതപരമായി ജാതീയപരമായി വേർതിരിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്നൊരു സ്ഥാനാർത്ഥി വടകരയിൽ പരസ്യമായി UDF-നെതിരെ രംഗത്ത് വന്നത് ആരാ? ഞങ്ങളാണോ? LDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ? തിരിച്ച് UDF-കാരെന്താ ചെയ്തത്? ആ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് കടന്ന് വീണ്ടും അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് അംഗീകരിക്കാം, എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങളാണെന്ന് വിചാരിക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDF-ന്റെ ഘടകകക്ഷികൾ എന്താ നിലപാട് സ്വീകരിച്ചത് ആ ആളുകൾക്കെതിരെ? അപ്പൊ ഈ തലത്തിൽ നിന്നുകൊണ്ടാണ്, കേരളത്തിലെ ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ BJPക്കെതിരെ ചർച്ച നടത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ BJPക്ക് ഒന്നും സംഭവിക്കല്ലേ എന്ന് വിചാരിക്കുന്ന മീഡിയ അടക്കമുള്ള ആളുകൾ അത് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞത്. കോൺഗ്രസിന്റെ വക്താവിന്റെ ആവലാതി വേവലാതിയും ഒക്കെ എനിക്ക് മനസ്സിലാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഭക്തി എന്ന് പറയുന്നതും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആൾരൂപം എന്ന് പറയുന്നതെല്ലാം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമാണ്. അവരെന്ത് പറയുന്നു, അവരെന്ത് വാമൊഴിയായോ വരമൊഴിയായോ ഏതെങ്കിലും തരത്തിലോ ആംഗ്യഭാഷയിലോ പറയുന്ന കാര്യങ്ങളെല്ലാം അവരെ സംബന്ധിച്ച് ദൈവവചനങ്ങളായി കണക്കാക്കി അതിനപ്പുറത്തേക്ക് മറിച്ചൊന്നും പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനത്തിൽ അതിന് താഴേക്ക് അഖിലേന്ത്യാ അധ്യക്ഷന് പോലും മിണ്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാലങ്ങളായി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ആ തരത്തിലുള്ള മനോഭാവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പറയാൻ കഴിയൂ ഞങ്ങളുടേതൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങളുടേത് ഉൾപാർട്ടി ജനാധിപത്യം മാത്രമല്ല അതിനപ്പുറത്തും ജനാധിപത്യം സംസാരിക്കുന്ന ആളുകളും നേതാക്കന്മാരുമുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു ഭയവും ഒരു കാര്യവും ആ കാര്യത്തിനകത്തില്ല. കൃത്യമായ അഭിപ്രായം പറയാനും അത് ഏത് വിഷയത്തെ കുറിച്ച് പറയാനും ഒരു ലെവലേശം പോലും നിഷാദെ ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ചോ നേതാക്കന്മാരെ സംബന്ധിച്ചോ ഭയവുമില്ല, മടിയുമില്ല. പക്ഷെ അതേസമയം വിലയിരുത്തുമ്പോൾ അതൊരു നിഷ്പക്ഷമായ വിലയിരുത്തൽ വേണ്ടേ? ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പക്ഷപാതപരമായി പറയുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു. എനിക്ക് ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത്, അങ്ങ് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ കാണുന്നത്? ഓരോരോ സംസ്ഥാനത്തും ഏത് രൂപത്തിലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പോകുന്നത്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രചരണം നടത്തുന്നത്, അത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ CAA വന്ന സമയത്ത് എന്തായിരുന്നു പ്രചരണം നടത്തിയത്? ഇപ്പൊ എന്തായിരുന്നു പ്രചരണം നടത്തുന്നത്? ഓരോ വിഷയത്തെ സംബന്ധിച്ചും മറിച്ചുള്ള പ്രചരണം എന്താണ്? BJP ഒരു കോർണർ ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ നേടാൻ വേണ്ടി പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ മറിച്ചുള്ള പ്രചരണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏത് വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? അപ്പൊ അതിനൊരു പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ഒരു പ്രചരണ രീതിയും ഒരു വോട്ട് ബാങ്കിങ്ങും ഒരു സംവിധാനവും വോട്ട് ബാങ്ക് ക്രിയേഷനും എല്ലാം ഉണ്ട്. ആ വോട്ട് ബാങ്ക് ക്രിയേഷൻ അവരെടുക്കുന്ന നയത്തിന്റെയും രൂപത്തിന്റെയും ഭാവം കുറെ കാലങ്ങളായി ഒന്നാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ശ്രീജിത്തെ? ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ലെവലേശം പോലും BJPയുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ?
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന പ്രക്രിയയിൽ ആർക്ക് നോട്ടീസ് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട, ആരെ ചോദ്യം ചെയ്യണം, ആർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ഭാഗം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ തവണ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ കേരളത്തിൽ എത്രയോ നടപടികൾ സ്വീകരിക്കണം, എത്രയോ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി, എത്രയോ പ്രചരണങ്ങൾ നടത്തി സ്ഥാനാർത്ഥികൾക്കെതിരെ. കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാ വിദ്വേഷ പ്രസംഗം നടത്തിയത്? വടകരയിൽ മുഖ്യമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തിയോ? വടകരയുടെ കാര്യം താങ്കൾ പറയുമ്പോൾ വടകരയിൽ ഏതോ ഫ്രഞ്ച് എലമെന്റ്സ് ചില സംഗതികൾ ഉണ്ടാക്കി. അതിനെ ഇവിടുത്തെ രണ്ട് മുന്നണികളുടെയും നേതൃത്വം തള്ളിപ്പറയുകയാണ് ശ്രീ കൃഷ്ണദാസ്. നിങ്ങളെപ്പോലെ അഭിമാനപൂർവ്വം ഏറ്റെടുക്കുകയല്ല അത്തരം ഹേറ്റിനെ. അവരതിനെ തള്ളിപ്പറയുകയാണ്. രണ്ട് മുന്നണികളുടെയും നേതൃത്വം കാണണം. ആരാണ് അംഗീകരിച്ചത്? അഭിമാനകരമായി ഏറ്റെടുത്തത് ആരാണ്? ആരെങ്കിലും തള്ളി പറഞ്ഞോ? വടകരയിൽ നടന്ന രാഷ്ട്രീയ യുദ്ധങ്ങളെ ആരെങ്കിലും തള്ളി പറഞ്ഞോ? ഏതെങ്കിലും മുന്നണി തള്ളി പറഞ്ഞോ? UDF തള്ളി പറഞ്ഞോ? കോൺഗ്രസ് തള്ളി പറഞ്ഞോ? LDF തള്ളി പറഞ്ഞോ? CPM തള്ളി പറഞ്ഞോ? പരസ്പരം നടന്നിട്ടുള്ള യുദ്ധത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്രയും താങ്കൾ അവിടെ ചില മോശം പ്രവണതകൾ ഉണ്ടായി എന്നത് ശരിയാണ്. പക്ഷെ അത് ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ കാർമ്മികത്വത്തിൽ നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ വസ്തുതാ പ്രശ്നമുണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീജിത്ത്, താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് BJP പ്രതിനിധി കുറെ വിയോജിപ്പുകൾ പറഞ്ഞു. അതിനപ്പുറം ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആളുകൾക്ക് പലതരം കണക്കുകൂട്ടലുണ്ടല്ലോ. പല സെഫോളജിസ്റ്റുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ഏതൊക്കെ വിഷയങ്ങളാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്, അവ വർക്ക് ചെയ്യുന്നു. ഇന്ന ഏരിയകളിൽ ആൻഡ് റീജിയനുകളിൽ ഇന്ന വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അവ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കാം, നേട്ടം ഉണ്ടാക്കാം. അങ്ങനെ വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നടത്തുകയും ഫലം പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നു ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ ജെനുവിൻ വഴിയിൽ. പക്ഷെ അപ്പുറത്ത് നമ്മൾ കാണുന്ന എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രോപ്പർ കണക്കുകൾ പുറത്തുവിടാൻ വൈകുന്നത് കൊണ്ട് എന്തൊക്കെയോ സംഗതികൾ നടക്കുന്നു എന്ന സംശയം. ഇപ്പം നേരത്തെ കോൺഗ്രസ് പാനലിസ്റ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ 45 മിനിറ്റ് CCTV ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നിപ്പോൾ വൈറലൊരു ലേഖനം കാണുന്നത് പലയിടത്തും മതിയായ വോട്ടിംഗ് മെഷീനുകൾ സജ്ജീകരിക്കാതെ 46 ഡിഗ്രി ചൂടൊക്കെ ഉള്ള സ്ഥലത്ത് ആളുകൾ ക്യൂ നിന്നും അടുത്തിട്ട് ക്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോവുക, വോട്ട് ചെയ്യാതിരിക്കുക. പലയിടത്തും ആളുകളെ വോട്ടിങ്ങിൽ തടയുന്നു. അങ്ങനെ അസാധാരണമായ സംഗതികളുടെ ഒരു പരമ്പര കാണാൻ പറ്റും. അത് അപ്പുറത്ത് നിൽക്കെ ഇപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മൾ നടത്തുന്ന ജെനുവിൻ ഫാക്ടേഴ്സ് വെച്ച് നടത്തുന്ന അനാലിസിസിൽ സത്യത്തിൽ എത്ര കഥയുണ്ട് എന്ന ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുകയാണ് ശ്രീജിത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു രോഷവും എല്ലാം ഡിസ്കസ് ചെയ്യാൻ കാരണം ഒന്നാമത്തെ കാര്യത്തിൽ ആണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള ഇത്തരമൊരു നീണ്ട പ്രോസസ്സ് നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ എല്ലാ ഘട്ടത്തിലും അല്ലെങ്കിൽ അതിന് മുൻപ് മുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ സാധ്യതകൾ കൂടുന്നു. പലതരം യൂട്യൂബ് ചാനലുകളും എല്ലാം കൂടിയായിട്ട് പലതരത്തിലും ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പല സാധ്യതകളെ കുറിച്ചിട്ടുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നു. പിന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ളൊരു ചിത്രമല്ല ഇപ്പോഴുള്ളത്. അംഗീകരിക്കുന്ന ഒരു പക്ഷെ അതായിരിക്കും. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു പിക്ചറല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ സുഖമായിട്ട് നിലവിലുള്ള ഭരണകക്ഷി തിരിച്ചു വരും എന്നായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ളത് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന് ഏതാണ്ട് മറ്റേ ഭരണകക്ഷിയെ അനുകൂലിക്കുന്ന ആളുകൾ അടക്കമുള്ളവർ വളരെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് പ്രത്യേകിച്ച് ായിട്ട് ആളുകൾ പോലും അത്തരമൊരു സംശയം പറയുന്നു. ആ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ പിക്ചർ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. പല സംസ്ഥാനങ്ങളും വളരെ ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല പ്രചരണവും വളരെ കൃത്യമായിട്ട് നടക്കുന്നു. ചൂടുപിടിച്ച പ്രചരണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കുന്നില്ല എന്നൊരു പ്രചരണമെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു വിചാരമെങ്കിലും ഉണ്ടാകുന്നു. അതിന് ായിട്ട് ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചകൾക്ക് ശേഷം പുതിയ പെർസെൻറ്റേജുകൾ പുറത്തുവിടുന്നു. പലവട്ടം പല കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടും നമ്പറുകൾ
ശ്രീത്ത്, ഒരു പ്രശ്നം വീണ്ടും താങ്കൾ സംസാരിക്കുന്നത് ഫ്രീസ് ആവുന്നതുകൊണ്ട് എനിക്ക് പ്രോപ്പറായി കേൾക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഞാനൊന്ന് വേഗം അത് പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കും. ഞാനൊന്ന് വരാം. അല്ല, വി ആർ അനൂപ്, ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള കണക്കുകൂട്ടലുകളുണ്ട്, പലയിടത്തും ഇന്ന ഫാക്ടേഴ്സ് കൊണ്ട് നിങ്ങൾ വിജയിക്കുന്നൊക്കെ കണക്ക് കൂട്ടുമ്പോഴും ഈ സംഗതി നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഈ കേൾക്കുന്ന അസാധാരണ സംഭവങ്ങളുടെ ഒരു പരമ്പര. അല്ല, ഇതുവരെയുള്ള ഇലക്ഷൻ സെനാരിയോ പരിശോധിക്കുമ്പോൾ മോദിയുടെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ തുറന്നു കാട്ടാൻ മാത്രമല്ല അതിന് കൃത്യമായ കൗണ്ടറുകൾ കൊടുക്കാൻ കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ ഈ അവതാര കഥ, നരേന്ദ്രമോദി പറയുന്നത് അദ്ദേഹം ഒരു ബയോളജിക്കലി ജീവശാസ്ത്രപരമായി ജനിച്ച ഒരാളല്ല, ദൈവത്തിൽ നിന്ന് സംഭവിച്ച ഒരു അവതാരമായി അദ്ദേഹം പറയുമ്പോൾ രാഹുൽ ഗാന്ധി അതിനെ നേരിടുന്ന ഒരു രീതിയുണ്ട്. കനയ്യകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്ക് കാര്യമായി പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇന്നലെകളിൽ വരെ ഇവിടുത്തെ സംഘപരിവാർ എന്ന് പറയുന്നത് ഒരു ആൻറ്റി മുസ്ലിമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നെല്ലാവർക്കും അറിയാം, അതിൻ്റെ പ്രവർത്തന ശൈലി, അതിൻ്റെ പ്രത്യയശാസ്ത്രം. പക്ഷേ അതൊരു ആൻറ്റി ഹിന്ദു പാർട്ടി കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ച് 10 അവതാരങ്ങളാണ്. മഹാവിഷ്ണുവിന് കൂർമ്മം മത്സ്യം മുതൽ കൽക്കി വരെയുള്ള 10 അവതാരമാണ്. ഇത് 11ാമത്തെ അവതാരമായി നരേന്ദ്രമോദി സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. ജഗന്നാഥൻ, പുരിയിലെ ജഗന്നാഥൻ പോലും നരേന്ദ്രമോദിയുടെ ഭക്തരാണ് പറയുന്ന അവസ്ഥയിലേക്ക്, അത്തരമൊരു ഉന്മാദ മാനസികാവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, വാരണാസിയിൽ വന്ന് മത്സരിക്കേണ്ടത്ര നിസ്സഹായനാണോ ഹിന്ദുക്കളുടെ ദൈവസങ്കല്പത്തിലെ അവതാര സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്? ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രസംഗിച്ച് വോട്ട് നേടേണ്ട ഒരാളാണോ ഹിന്ദുക്കളുടെ അവതാരം എന്ന് പറയുന്നത്? തീർച്ചയായും ഇതിനെ വേറൊരു രീതിയിൽ ഇന്ത്യയിലെ സാധാരണ ഹിന്ദു വിശ്വാസികളെ കൂടി അഡ്രസ് ചെയ്യുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ഭാഷ വികസിപ്പിക്കാൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കെജ്രിവാളിന് കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ഈ പറയുന്ന വൻതോതിലുള്ള ആ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ടുള്ള വിദ്വേഷം ഇന്നലകളിൽ പ്രസംഗിച്ചെങ്കിൽ അതൊരു പ്രത്യേക പരിധി കടന്ന് ഈ പറയുന്ന BJP-യെ അനുകൂലിക്കുന്ന ആളുകൾക്ക് പോലും ഇത്രയ്ക്ക് വേണോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് അത് വികസിക്കുമ്പോൾ അത് വികസിക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടി തീർച്ചയായും കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ നദ്ദയെ പോലുള്ള ഒരാൾക്ക് ഇന്നലെ വരെ RSSനെ ഉറപ്പിച്ചു നിർത്തുന്ന, RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ നങ്കൂരമിടുന്ന ഒരു കപ്പലാണ് അത്. അതിൽ നിന്നാണ് BJP മുന്നോട്ട് പോകുന്നതെന്ന് അറിയാത്ത ആളുകൾ ആരാണുള്ളത്? പക്ഷേ JP നദ്ദ പറയുകയാണ് RSSൽ നിന്ന് ഞങ്ങൾ സ്വയം പര്യാപ്തമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ വിദ്വേഷ പ്രസ്താവനകളുടെ തന്നെ വേറെ തരത്തിലുള്ള അത് ഉൽപ്പാദിപ്പിക്കുന്ന, അതിൽ നിന്ന് പുറത്തു വരാനുള്ള പരിശ്രമങ്ങൾ കൂടി BJP-യിൽ നടക്കുന്നുണ്ട്. BJP-യെ സംബന്ധിച്ച് വലിയ ഇന്ന് വരെ ഒരു BJP നേതാവും അഭിമുഖീകരിക്കാത്തൊരു പുതിയ പ്രതിസന്ധിയുണ്ട്. BJP-ക്കാരൊക്കെ നരേന്ദ്രമോദിയെ ദൈവമെന്ന് വിചാരിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന BJP-യുടെ പാനലിസ്റ്റ് കൃഷ്ണദാസ്, അദ്ദേഹം നരേന്ദ്രമോദി ഒരു അവതാരമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന ഒരാളാണോ? നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഒരു സാധാരണ ജന്മമല്ല, മറിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള അവതാര ലക്ഷ്യവുമായി ജനിച്ചു വീണ ആളാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളെ കൂടി തിരസ്കരിച്ചുകൊണ്ട് ഒരു ദൈവം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുമ്പോൾ അത് തിരിച്ചടിക്കും. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിന് BJP-യുടെ പാനലിസ്റ്റ് മറുപടി പറയട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തിരുന്നു. ശ്രീത്ത്, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉള്ളപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും ഈ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ഏത് പാർട്ടി സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആർക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവികാരം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് വളരെ ഫെയർ ആയിട്ട് നടക്കണം. ഇപ്പോൾ സുപ്രിയ സുലെ മഹാരാഷ്ട്രയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇതേപോലെ ഒരു തരത്തിൽ അവിടെ ഒരു 48 മണിക്കൂർ ഒരു പവർ ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളത് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഓരോ വോട്ടും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാക്കുക. ആ ഉണ്ടായ വോട്ട് അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെട്ട വോട്ട് അവിടെ നമ്മൾ 4-ാം തീയതി ഒരു സമയത്ത്
വോട്ട് എണ്ണുന്ന സമയത്ത് അത് കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു സുതാര്യത ഉറപ്പുവരുത്തി അത് എണ്ണപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് ഓരോ പാർട്ടിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് നടന്നാലേ നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. അത് കാരണം തന്നെ പാർട്ടികളുടെ ഭയത്തെക്കുറിച്ചുള്ളതും ഉത്തരവാദിത്തം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പ്രക്രിയയിൽ അതുകൊണ്ട് തന്നെ ഇതിലൊരു സംശയം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഇതിൽ നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ട് ഇത് നിലനിൽക്കണമെങ്കിൽ ഈ പ്രക്രിയ പൂർത്തിയായി പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ള സുതാര്യത ഉറപ്പാക്കുക എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര ഉത്തരവാദിത്തമാണ്, അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. അതിൽ സംശയം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശ്രീ കൃഷ്ണദാസ്. ഈ ഹിന്ദു രക്ഷകനായ മോദി എന്ന നിലയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രതീക്ഷ ഇത്തവണ നിങ്ങൾക്ക് കൂടുതൽ സീറ്റുകളുടെ അധികാരം വീണ്ടും തരും എന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ? നിഷാദെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്? രാത്രി 11 മണിക്കും 12 മണിക്കും പല ബൂത്തുകളിലും ആളുകൾ ക്യൂ നിൽക്കുകയും ആളുകൾ തിരിച്ചു പോവുകയും പ്രശ്നമുണ്ടാക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ? കേരളത്തിൽ കള്ളവോട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? കേരളത്തിൽ എത്രയോ ആ തരത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ എന്തൊക്കെയോ നമ്മൾ വാർത്തകൾ കേട്ടിരുന്നു. ഇത് മഹാരാഷ്ട്രയിലോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഒരു ബൂത്തിൽ ഒരു മെഷീൻ ഒന്ന് കേടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു സാങ്കേതിക തടസ്സമുണ്ടായി, ഇതെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുക എന്ന് പറയുന്നതിന് പിന്നിൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, 400 സീറ്റുകൾ നേടിക്കൊണ്ട് BJP വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം BJP മാത്രമല്ല, BJP ഘടകകക്ഷികൾ കൂടി ചേർന്ന് വലിയ ഭൂരിപക്ഷത്തിൽ 4-3 ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്ന തരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളതാണ്. മറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഒരു പ്രചരണമുണ്ട്. എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഒരിക്കലും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയും അതിന്റെ ഘടകകക്ഷികളും വലിയ തരത്തിൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നു എന്ന് പ്രചരണം നടത്തുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം അത് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും പ്രചരണം നടത്തുകയാണ്. അതിന്റെ പിന്നിൽ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ സീറ്റ് പോലും കിട്ടിയിട്ടില്ല, ഇപ്പോൾ ഉള്ള സീറ്റ് പോലും നിലനിർത്താൻ കഴിയുന്നില്ല. ആ ഭയം കൊണ്ട് അവർ ആ പ്രശ്നം ഉന്നയിക്കുന്നതാണ് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞത്. സമയം ഒന്ന് കഴിഞ്ഞു പോയി, ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു ശ്രീ കൃഷ്ണദാസ്, ശ്രീത്തൊപ്പം തന്നെ ശ്രീ VR അനൂപ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.